കുളപ്പുള്ളി ഷൊർണൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച ബിജെപി ഷൊർണൂർ പൊതുമരാമത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുളപ്പുള്ളി ഷൊർണൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ബിജെപി പൊതുമരാമത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ 11-ന് ഷൊർണൂർ ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് പൊതുമരാമത്ത് ഓഫീസിനു മുന്നേ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പിന്നീട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 20 മിനിറ്റോളം നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി ബിജെപി പ്രവർത്തകർക്കും പരിക്കേറ്റു. ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ, OBC മോർച്ച മുൻ ജില്ലാ സെക്രട്ടറി കുഞ്ഞിക്കുട്ടൻ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, ഷൊർണൂർ ഏരിയ പ്രസിഡന്റ് ഹരീഷ്, റിനു റാം എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രതിഷേധ പരിപാടി ബിജെപി സംസ്ഥാന സെക്രട്ടറി പി ശ്യാംരാജ് ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കാത്ത മന്ത്രിമാരാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണമെന്നും ശ്യാംരാജ് പറഞ്ഞു. ഷൊർണൂർ കുളപ്പുള്ളി പാതയിൽ വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ ഇന്നുവരെ മുഹമ്മദ് റിയാസിന് കഴിഞ്ഞിട്ടില്ല. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഭരണകൂടം ചെയ്യുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. കേരളത്തിലൊട്ടാകെ ഇപ്പോൾ ഓണമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. മാവേലിയെ കാണണമെങ്കിൽ നേരെ ഏതെങ്കിലും റോഡിലോട്ട് പോവുക, ആ റോഡിലെ കുഴിയിൽ വീഴുക, നേരെ ചെന്നിറങ്ങുന്നത് പാതാളത്തിലേക്ക് തന്നെയായിരിക്കും. ഇത്ര കഴിവുകെട്ട ഒരു സർക്കാർ, ഇത്ര കഴിവുകെട്ട ഒരു വകുപ്പ്, വെറും ഫ്ലക്സ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മുഹമ്മദ് റീലാസിനെ പോലെയുള്ള മന്ത്രിമാര്, ഈ നാട്ടിൽ നിന്ന് തന്നെയുള്ള MP രാജേഷിനെ പോലെ നിർഗുണനായിട്ടുള്ള 5 പൈസയ്ക്ക് ഗുണമില്ലാത്ത കുറെ മന്ത്രിമാര്, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരെ നിയന്ത്രിക്കുന്ന ഈ നാട്ടിൽ ഭരണമുണ്ടോ എന്ന് അറിയുക പോലുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി. ഞാൻ ഇവരോട് ചോദിച്ചു കൊള്ളട്ടെ, ഇവിടെ NH ദേശീയപാത 66 വരുന്ന സമയത്ത് അത് തങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് വെച്ച കേരള സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റീലാസ്, ആ മുഹമ്മദ് റീലാസിനോട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഷൊർണൂർ കുളപ്പള്ളി റോഡ് അടക്കം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുമ്പോ ആ റോഡൊന്ന് നന്നാക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള നടപടി നിങ്ങളെ കൊണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കാത്തത് എന്താണ്? ഇവിടെ മാത്രമൊന്നുമല്ല, കഴിഞ്ഞ ദിവസം തൃശ്ശൂർ 2 പേരാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ വീണിട്ട് മരണമടഞ്ഞത്. പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് MP സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം അധ്യക്ഷൻ R രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, ജില്ലാ സെക്രട്ടറി K പ്രസാദ്, ഹരീഷ്, മനോജ്, റാണി, റിനു റാം, സതീഷ് നമ്പ്യാർ, മണികണ്ഠൻ, ജയപ്രകാശ്, ഗോപകുമാർ, രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.